ഹായ് ഹലോ. ഞാൻ ഈ സന്ധ്യ സമയത്തോടെ പോയിട്ട് വരാൻ എൻ്റെ കൂട്ടുകാർക്ക് അറിയാമോ, എൻ്റെ ഒരു ഫോളോവർ റൂമിനകത്ത് അപ്പൂസുണ്ട്. പക്ഷേങ്കിൽ കതവൊന്നും തുറന്നിട്ടില്ല, ലൈറ്റ് ഇട്ടിട്ടില്ല. കോളിംഗ് ബെല്ല് അടിച്ചു നോക്കുന്നു, ലൈറ്റ് ഇട്ടിട്ടൊന്നും ആൾ അനങ്ങുന്നില്ല. ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ എന്തായാലും വീടിൻ്റെ ചാവി ഉള്ളതുകൊണ്ട് തുറന്നകത്ത് കയറാം, അകത്ത് കയറി നോക്കാം അവിടെ എന്താ സിറ്റുവേഷൻ എന്നുള്ളത്. അല്ലെങ്കിൽ ഇത്ര നേരമായിട്ട് എഴുന്നേക്കേണ്ടതെയാണ്. വെരി ഗുഡ് മോനെ, നല്ല ഉറക്കമല്ലേ, ഉറങ്ങിക്കോ. നല്ല കാര്യം, കിടന്ന് ഉറങ്ങിക്കോ മക്കളെ, നല്ല കാര്യം, ഉറങ്ങിക്കോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു ഫോളോവർ എന്നെ കുറേ നാളുകൊണ്ട് കാണണമെന്നാണ് കൊച്ച് ആഗ്രഹിച്ചിരുന്നു കേട്ടോ. ആ കൊച്ചിനെ കാണാൻ വേണ്ടി ഞാൻ പോയതാണ്. അവർ ഇച്ചിരി മംഗലാപുരത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു എക്സാമിൻ്റെ കാര്യത്തിന് വേണ്ടി ബാംഗ്ലൂർ വന്നതാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് അടുത്തായിരുന്നു. അപ്പോൾ ചേച്ചി പ്ലീസ് ഒന്ന് കാണണം എന്ന് ഭയങ്കര ആഗ്രഹമാണെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ശരി, പിന്നെ ഇപ്പോൾ പോയത് കണ്ടിട്ട് വരാമെന്ന് വെച്ചാൽ അങ്ങനെ പോയത്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് പോയോ. അങ്ങനെ ഞാൻ എൻ്റെ ഫോളോവറിനെ കാണാൻ വന്നേ കേട്ടോ. കൊച്ചിൻ്റെ പേര് പ്രീതി എന്നാണ്, ഒരു മംഗലാപുരത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ശരി, ഇവിടെ റോഡിൽ നിന്ന് വർത്താനം പറയട്ടെ, നമുക്കിവിടെ ഒരു ഹോട്ടലിൽ വന്നൊരു ജ്യൂസൊക്കെ കുടിച്ച് ഇച്ചിരിയായിരുന്നു വർത്താനം പറയുന്നത് വെച്ചാൽ ഞങ്ങൾ ഇവിടെ ഒരു ഹോട്ടലിൽ കയറിയതാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പം ആക്ച്വലി പ്രീതിയുടെ മോക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അങ്ങനെ വീഡിയോ കോൾ ചെയ്തു. അപ്പം കുഞ്ഞിനെ കണ്ടു, ആ കൊച്ചിന് ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളെന്നുണ്ടെങ്കിൽ ആപ്പിൾ ജ്യൂസ് ഓർഡർ ചെയ്ത് അങ്ങനെ ആപ്പിൾ ജ്യൂസും കുടിച്ചുകൊണ്ട് കുറേ നേരം കുറേ വിശേഷങ്ങൾ വീട്ടുകാര്യങ്ങളും ഒക്കെ പറഞ്ഞ് അപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമായി. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് നമ്മൾ ഇങ്ങനെ എവിടെയൊക്കെയോ കിടക്കുന്ന ആൾക്കാർ തമ്മിൽ മീറ്റ് ആവുക എന്നുള്ള പ്രതീക്ഷ പോലും ഇല്ലല്ലോ. അപ്പം പെട്ടെന്ന് പിന്നെ പ്രീതിക്ക് ഇവിടെ ഒരു എക്സാമിൻ്റെ കാര്യത്തിന് വേണ്ടി വരേണ്ടി വന്നു. അപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ താമസിക്കുന്നു. പിന്നെ ആൾ താമസിക്കുന്നത് എനിക്ക് ഇവിടുന്ന് ഒരു 5-10 മിനിറ്റത്തെ ദൂരെ ഉള്ളായിരുന്നു. അതുകൊണ്ട് ശരിയെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ പോയിട്ട് മീറ്റായി വർത്തമാനം പറഞ്ഞ് ഒരു 1/4 മണിക്കൂർ ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ തിരിച്ചാണെന്നുണ്ടെങ്കിൽ പ്രീതിയെ ഞാൻ ഹോസ്റ്റലിൽ കൊണ്ടാക്കി. അവിടെ നിന്ന് കുറച്ച് നേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞു. കാര്യം പറഞ്ഞിട്ട് തീരുന്നില്ല കേട്ടോ. അങ്ങനെ ഇവിടെ ഈ ഹോസ്റ്റലിൻ്റെ മുന്നിലും വന്നിരുന്ന് കുറേ നേരം വീട്ടുകാര്യങ്ങളൊക്കെ പറഞ്ഞു, വിശേഷങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ നാളെ ഒരു ദിവസത്തെ കൂടെ എക്സാമേ ഉള്ളൂ. അത് കഴിഞ്ഞ് അങ്ങ് തിരിച്ച് പോകും. പിന്നെ തിങ്കളാഴ്ചത്തെ ഒരു എക്സാമിന് വേണ്ടി വരും. അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ ബൈ പറഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ കണ്ടല്ലോ, ഇതാണ് എന്നെ കാണുമെന്ന് ആഗ്രഹിച്ചിരുന്ന കൊച്ച്. അപ്പം അവരുടെ ആ ഒരു സന്തോഷം കേട്ടോ, എന്നെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇങ്ങനെയൊക്കെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നു, നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷമല്ലേ. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും, എനിക്ക് അതുപോലെ തന്നെ. അതുകൊണ്ട് എനിക്ക് സമയമില്ലാഞ്ഞിട്ട് ഞാനാണെന്നുണ്ടെങ്കിൽ ശരി, പിന്നെ അത്രത്തോളം ഇതായിട്ട് പറയുമ്പോൾ നമ്മൾ പോകാൻ ശരിയാവത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയി കണ്ടിട്ട് വന്നു. അപ്പോൾ അത് ചെറിയൊരു വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ അതിൻ്റെ പേയാണ്. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ അടുത്ത വീഡിയോ വീണ്ടും കാണും വരെ ടേക്ക് കെയർ, ബൈ, സീ യു.